പറ്റുമെന്ന് നമുക്ക് ക്യാമറയോടെ കാണാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളോട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ബ്ലഡിന്റെ പാടില്ല ചേട്ടൻ വന്നേട്ടാ. കറുത്ത് കട്ട പിടിച്ചോ? ഇത് ബ്ലഡിന്റെ പാടില്ല ഏട്ടാ. നല്ലല്ല. എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ അരുവിക്കുത്തിലാണ്. ഇവിടെ നമ്മുടെ പെണ്ണമ്മ ചേച്ചിയുണ്ട്. പെണ്ണമ്മ ചേച്ചിനെ ഒന്ന് കാണാനും ഇവിടുത്തെ വാർത്തകളെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അവലോകനം ചെയ്യാനൊക്കെ ആയിട്ട് വന്നതാണ്. കനാലിക്കോടെ കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോൾ കനാലിക്കോടെ വെള്ളമില്ലായിരുന്നു. അപ്പോൾ 2 ദിവസമായി കനാലിക്കോടെ വെള്ളം കടത്തി വിട്ടിട്ട്. അപ്പം ഈ കാണുന്ന പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് കനാൽ ഒഴുകുന്നത്. ഇത് അക്വഡേറ്റാണ്. ഇന്ന് ഭാഗത്തോടെ ഈ കനാൽ വാർത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഈ വരുന്ന നദി ഇലവീഴ പൂഞ്ചിറയിൽ നിന്ന് വരുന്നതാണ്. നദി എന്ന് പറയാൻ പറ്റത്തില്ല, തോടാണ് അല്ലേ ചേച്ചി? അനേകം കൈവരികൾ കൂടിച്ചേർന്ന് വന്ന ഒരു തോടാണ്. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ഏകദേശം ഒരു 12 മണി സമയമായിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡോണിൽ കിടന്നതായിട്ട് കാണിക്കുന്ന ആ കുഴി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ആ കുഴിയുടെ അടി വരെ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് പറ്റും. കാരണം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു മോന് രാവിലെ 9:30 ആയപ്പോൾ ഈ അരുവിക്കുത്ത് കാണാനായിട്ട് വരികയും കാൽ വഴുതി വെള്ളത്തിൽ പോയി വെള്ളത്തിൽ മുങ്ങി മരണം സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ചാനൽ മൊത്തം പോയിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് വളരെ തെറ്റായൊരു ധാരണ ഈ കേരളത്തിലുള്ള ഒരു ചാനലുകാരും വന്ന് ഇതിനെ സംബന്ധിച്ചൊരു വിഷ്വൽസ് എടുക്കാനോ ഒന്നും പറ്റിയില്ല. അവർ ചെയ്തത് എന്നാന്ന് വെച്ചാൽ ക്യാമറയുടെ മുമ്പിൽ പഴയ ട്രാവലിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അതിൻ്റെ ബാക്കിലിരുന്ന് അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് സംസാരിക്കുകയാണ് ഉണ്ടായത്. ഈ ഡോണിൽ വീഴുന്ന ആ കുഴിയിലാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അൻസ പോയി കിടന്നത് ഇവിടെ താഴെ അവിടെ ആ കുഴിയിലാണ്. ഏകദേശം ഒരു 40 മീറ്റർ ദൂരം ഈ ഡോണൽ കിടന്ന സ്ഥലവും അൻസ കിടന്ന സ്ഥലവും തമ്മിലുണ്ടായിരുന്നു. ഈ ഡോണൽ ആ കുഴിയിൽ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന അവസ്ഥയിൽ, അതായത് മരിച്ചു കിടന്ന അവസ്ഥയിൽ രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിലാണ് ഈ 2 പേരുടെയും ഡെഡ് ബോഡി എടുക്കാൻ ഇടവന്ന്. പകൽ വെളിച്ചത്തിൽ ആരും കണ്ടിട്ടില്ല. ഞാൻ പറയുന്നു, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരാൾ ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് കൃത്യമായിട്ട് അറിയാനായിട്ട് വരും. കാരണം അവിടെ ചെളികളോ കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായിട്ട് അതിൻ്റെ അടിത്തട്ട് വരെ ഇവിടെ ഈ വെളിച്ചത്തിൽ കാണാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഇവിടെ വന്ന ആൾക്കാർക്ക് ആർക്കും ഈ കൊച്ചിനെ കാണാൻ പറ്റാത്തതിൻ്റെ ദുരൂഹത വളരെ വലുതാണ്. ഈ കുഴിയുടെ ആഴം എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതായിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം പറയാൻ, ഡോണിൽ നന്നായിട്ട് നീന്തൽ അറിയാവുന്ന ഒരാളായിരുന്നു. നല്ല നീന്തൽ അറിയാവുന്ന ആളായിരുന്നു. ചെറുപ്പം മുതൽ അവൻ നീന്തുന്ന ആളായിരുന്നു. അതുകൂടാതെ അവന് നല്ല ആരോഗ്യമുള്ള ഒരാളായിരുന്നു. ഒരു 100 കിലോ വെയിറ്റ് അവന് സ്വന്തമായിട്ട് എടുക്കുന്ന ഒരാളായിരുന്നു. വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനായിരുന്നു. മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ പഞ്ചഗുസ്തി ചാമ്പ്യനായിരുന്നു. സാധാരണ ഒരു 4 ആക്കടെ ആരോഗ്യമെങ്കിലും ഈ ഡോണലിലുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊന്നും ഒരു ചാനലിൽ കൂടെ ആർക്കും പറയാനായിട്ട് സാധിച്ചില്ല. നീന്തൽ അറിയാവുന്ന ഡോണൽ എങ്ങനെ ഈ കുഴി മുങ്ങി മരിച്ചു എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അഭ്യൂഹമുണ്ട്. ഇത് ഡോണലിനെ കരുതിക്കൂട്ടി അപായപ്പെടുത്തുകയെന്ന് മാത്രമാണ് എനിക്ക് ശക്തമായിട്ട് ഞാൻ പറയാനുള്ളത്. കാരണം ഡോണലിൻ്റെ തലയ്ക്ക് ഒരു മുറിവുണ്ടായിരുന്നു, ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. അതുകൂടാതെ ഡോണലിൻ്റെ ഒരു കണ്ണ് പുറത്തേക്ക് തള്ളിപ്പോയിട്ടുണ്ടായിരുന്നു. അത് അടിയുടെ ആഘാതത്തിലാണെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അതുകൂടാതെ ഡോണലിന് ചെവി നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഒരു വാർത്താ മാധ്യമങ്ങളിൽ കൂടി ഒരു വാർത്തകളോ കാര്യങ്ങളൊന്നും ജനങ്ങളുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തില്ല. ഈ ഒരു കാരണം വളരെ ദുരൂഹത ഉള്ള ഒരു കാര്യമായിട്ട് ഈ കഥകൾ ഒരു മഞ്ഞപ്പത്ര കഥകൾ എന്ന പോലെ പ്രധാനപ്പെട്ട പ്രമുഖ ചാനലുകളെല്ലാം വിളമ്പിക്കൊടുക്കുകയാണ് ഈ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ചെയ്തതും. അപ്പോൾ ഈ ലോകം മൊത്തം അറിയിക്കുകയും ചെയ്തത്. ഇതിനെ സംബന്ധിച്ച് ഒരു സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഈ കേരളത്തിലെ പ്രമുഖ ചാനൽ മാധ്യമങ്ങൾക്ക് പറ്റാത്തതിൽ അതിയായ ഖേദം ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ അർജുനൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ദിനരാത്രങ്ങൾ ക്യാമറകൾ ഫേസ് ചെയ്ത കേരളത്തിലെ പ്രമുഖ ചാനൽ മാധ്യമങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖ മാധ്യമ സംഘങ്ങളടങ്ങുന്ന ഒരു നാടാണ് ഈ കേരളം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ അപകടം നടന്നിട്ട് ഈ സംഭവ സ്ഥലം ഒരു മാധ്യമങ്ങളും വന്ന് ഇവിടെ വിലയിരുത്താനോ ഇതിനെക്കുറിച്ചൊരു വിശകലനം നടത്താനോ ഈ മാധ്യമ സംഘങ്ങൾ തയ്യാറായിട്ടില്ല. ഇത് വളരെയധികം സംശയം ഉളവാക്കുന്ന കാര്യങ്ങളാണ്. വളരെയധികം നിഗൂഢതകൾ ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതൊരാളല്ല, ഈ ഡോണലിനെ കൊന്നത് ഒരാളല്ല. ഒരു ജനക്കൂട്ട ആക്രമണം ആണെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഡോണല് ആരോഗ്യമുള്ള ഒരാളായിരുന്നു. അതുപോലെ അവന് നീന്തൽ നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൂടാതെ അവന് ഒരു അമാനുഷിക കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൂടാതെ അവന് പഞ്ചഗുസ്തി ചാമ്പ്യനുമായിരുന്നു. കാരണം ഞാൻ ഈ വീഡിയോ ഒത്തിരി ലെന്ത കാര്യങ്ങളൊന്നും ആക്കുന്നില്ല. 1 by 1 ആയിട്ട് നമ്മുടെ ചാനലിൽ കൂടെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാരണം അവൻ പഞ്ചുസ്തി പിടിക്കുന്നതിൻ്റെ വീഡിയോ വരെ അവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ അവൻ സ്വിമ്മിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തലയ്ക്ക് ആക്കാതെ വരുന്നുണ്ട്, ഒരു ചെവിയില്ലായിരുന്നു, അതുപോലെ ഒരു കണ്ണ് പുറത്തേക്ക് വന്നു. ഒരു മാധ്യമ സംഘങ്ങളും ഇതിനെക്കുറിച്ച് ഒരു വാർത്തകൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തതിൽ എനിക്ക് അതിയായ ഖേദമുണ്ട്. എന്തുകൊണ്ടാണ് ഈ വാർത്തകൾ ആരാണ് തന്നത്? ഈ തെറ്റായ വാർത്തകൾ ആരാണ് പ്രചരിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണം. അത് വ്യക്തമാക്കിയേ പറ്റുള്ളൂ. ഒരു അവസരത്തിൽ എൻ്റെ ജീവന് അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയെന്നിരിക്കും. പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പകരം ശബ്ദിക്കാനായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വരുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും പൂഴ്ത്തി വെക്കാൻ പറ്റത്തില്ല. എന്നെ ഫോണിൽ വിളിച്ച് വളരെയധികം ആൾക്കാർ ഫോണിൽ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ചോദിച്ചിട്ട് വാട്സപ്പിൽ വിളിക്കുന്നുണ്ട്. അതുകൂടാതെ വിളിച്ച ആൾക്കാരെ പിന്നീട് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇന്നലെ ഞാൻ മുട്ടൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിച്ചിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അവിടെ സ്റ്റേഷനിലേക്ക് വിളിച്ച് റിപ്പോർട്ട് ചോദിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് നീ അറിയണ്ട എന്നാണ് പറഞ്ഞത്. ഈ കാര്യങ്ങൾ അറിയണം, ജനങ്ങൾക്കറിയണം. ഇപ്പം ഒരു ബിൽഡിംഗ് പണിത് കഴിഞ്ഞാൽ അതിന് തട്ടുപൊളിക്കാനായിട്ട് 15 അല്ലെങ്കിൽ 20 ദിവസം എടുത്തു കഴിഞ്ഞാൽ ഈ 15 ദിവസമായിട്ട് പോലും ഈ ഇതിനെ സംബന്ധിച്ച് ഒരു കാര്യങ്ങൾ ഏത് എക്സ്പ്ലനേഷന് ഈ കുട്ടീനെ സംബന്ധിച്ച് ഈ 2 കുട്ടികളുടെ മരണത്തെ സംബന്ധിച്ച് എക്സ്പ്ലനേഷൻ എന്തുകൊണ്ട് ഈ വാർത്താ മാധ്യമങ്ങൾക്ക് സത്യസന്ധമായ ഒരു വാർത്ത കൊടുക്കാനോ അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് കൊടുക്കാനോ എന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ചോദിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡോണിൽ മുങ്ങിക്കിടന്ന് വ്യക്തമായിട്ട് കാണാനായിട്ട്, കാരണം ഇത്ര ഹൈറ്റിൽ നിന്ന് ഒരു വിഷ്വൽ അങ്ങോട്ട് കിട്ടും എന്നുള്ളതാണ്. ഈ വെളിച്ചത്തിൻ്റെ, അതായത് ഒരു നട്ടുവെച്ച നേരത്തൊക്കെ ഇവർ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്നാണ് അവകാശപ്പെടുന്നത്. 2 മണിയായപ്പോൾ ഇവിടെ ആൾക്കാർ വന്നിരുന്നു. ഏകദേശം 1 മണി ആകാറായിട്ടുണ്ട്. ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഡോണിൽ അൻസയും ഇവിടെ മുങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. അൻസേനെ ഒഴുക്ക് താഴേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും പോവുകയാണ്. അവിടെ ആ കുഴി പോയി മുങ്ങുകയാണ്. അന്നേരം മോൻ ഇവിടെ വന്ന് നിന്ന് വീഡിയോ പിടിക്കണം കേട്ടോ. ഓക്കെ. കേട്ടോ പിടിക്കണ്ട ബ്ലഡിന്റെ പാടല്ലേ ചോരക്കറ ബ്ലഡിന്റെ പാടല്ലേ ചോരക്കറ ചേട്ടാ ഇത് ബ്ലഡിന്റെ പാടല്ലേ ഇത് ബ്ലഡിന്റെ പാടല്ലേ ചേട്ടൻ വന്നേടാ കറുത്ത് കട്ട പിടിച്ച അങ്ങനെയുണ്ടോ ഇത് ബ്ലഡിന്റെ പാടല്ലേ ഏട്ടാ അല്ലല്ല എന്നുള്ള സാധനം അത് ബ്ലഡ് അവിടെ എടുത്തേക്കാം അവിടെ ബ്ലഡ് ഉണ്ടാകും ബ്ലഡിന്റെ പാടല്ലേ ഇല്ലല്ല ഇത് ബ്ലഡിന് പാടല്ലേ അതിവിടെ തെറ്റിച്ചോ നിങ്ങൾ എടുത്തോണ്ട് അങ്ങ് പോകുമല്ലോ എത്രല്ലേ അപ്പൊ ചോര ബ്ലഡിന്റെ പാട് സംശയം ഉണ്ട് കേട്ടോ. ഇത് ശരിയാ അതും ശരിയായിരിക്കും ഇങ്ങനെ ഇവിടെ എടുത്തിട്ട് തല മുറിഞ്ഞിട്ടുണ്ട്. ഇവിടെ മൊത്തം ബ്ലഡിന്റെ പാടാണ്. ഇവിടെ അവിടെ ചവിട്ടല്ലേ ഇതെല്ലാം ബ്ലഡിന്റെ പാടുണ്ട് വേണ്ടോ. അത് എടുത്തോണ്ട് പോയപ്പോ ഇതിലെ എത്രയല്ലേ ഒരാൾക്ക് പിടിച്ച ആ വീഡിയോ കൃത്യമായിട്ട് പിടിച്ചത്. നാളെ ഇത് കിടന്നത് ഇതിലിട കരിക്കൊണ്ട് പോയതില്ല ഇടാ. പിന്നെ എങ്ങനെയാ ഇവിടെ കാണുന്നത്? അതിലെ കരിക്കൊണ്ട് പോയി ഇവിടെ എങ്ങനെയാ കാണുന്നത്? കാണുന്നുണ്ട് ചേട്ടനെ ഇതേ ഇത് ബ്ലഡിന്റെ ഇടാം ചേട്ടൻ പറ ഇതുണ്ട് ഈ പാറയുടെ അതിലെ കരിക്കൊണ്ട് പോയി പിന്നെ എങ്ങനെയാ ഇവിടെ കാണുന്നേ? ഞങ്ങൾ പറഞ്ഞതൊക്കെ ഈ ബ്ലഡിന്റെ പാടൊന്ന് വഴി കയറിക്കേ പോട്ടെ പോട്ടെ. ഇവിടെ പാടുണ്ട് ബ്ലഡ് ഇത് ഇവിടെയൊക്കെ ഉണ്ട് ചേട്ടി. അല്ല പുറകെ തന്നെ ഏട്ടനോട് പറഞ്ഞ നോക്കാം. ഇവിടെ ഇത് ബ്ലഡ് അവിടെ ഉണ്ടല്ലോ അത് തന്നെ
അത് ചുവപ്പാണ്. അത് ബ്ലഡ് അത് പിടിച്ച മോനത് ഈ കാണുന്ന ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. മോനെ താഴെ ഒന്ന് പിടിച്ചേ, ആ താഴെ ഒന്ന് പിടിച്ചേ ചേട്ടാ. ഇതിലെ ഈ ശവം കയറ്റിക്കൊണ്ട് പോയ കയറ്റിക്കൊണ്ട് ആ വഴിയല്ലേ കയറ്റിക്കൊണ്ട് പോയേ സുഹൃത്തുക്കളെ. അതായത് ഈ കൊച്ചിനെ ഈ കയറ്റിന്ന് രാത്രിയിൽ പൊക്കി എടുത്തിട്ട് ഈ വഴിയല്ല കയറ്റിക്കൊണ്ട് പോയത്, താഴത്തെ വഴിക്കാണ് കയറ്റിക്കൊണ്ട് പോയത്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ പെൺകൊച്ചിനെ ഇതിലെ ഈ വഴി കയറ്റിക്കൊണ്ട് പോയില്ല? പെൺകൊച്ചിനെ ഇല്ലില്ല, ഈ വഴി കയറ്റിക്കൊണ്ട് പോയില്ലോ? ഇല്ലില്ല, ഇതിലെ കയറ്റിക്കൊണ്ട് പോയി. ഇവിടെ യാതൊരു കാരണവശാലും ഇവിടെ ബ്ലഡിന്റെ പാടുകൾ, യാതൊരു കാരണവശാലും ഇവിടെ ബ്ലഡിന്റെ തുള്ളികള് ഇവിടെ വരാനായിട്ട് യാതൊരു സാധ്യതയില്ല. ഈ തോട്ടിൽ നിന്നും വെള്ളത്തിൽ മുങ്ങി കിടന്ന ഇവരെ ഈ വഴി കടത്തിക്കൊണ്ട് പോയിട്ടില്ല. വ്യക്തത, കൃത്യമായിട്ട് വ്യക്തതയുണ്ട്. ഈ പാറയില് രക്തത്തിന്റെ തുള്ളികൾ ഉണങ്ങി പിടിച്ച് പാറയോട് ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. കഴുത്തപ്പം വെള്ളത്തിൽ കിഴിച്ചു മുള്ളിയാലും ഈ കേരള പോലീസിന് ഇത് കണ്ടുപിടിക്കാം. ഇതിനെ സംബന്ധിച്ച്, ഈ ഏരിയ സംബന്ധിച്ച് ഇവിടെ അടയ്ക്കാനോ ഇതിനെ സംബന്ധിച്ച് ഒരു ഫോറൻസിക് അന്വേഷണം നടത്താനോ ഈ കേരളത്തിലെ പോലീസ് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. മനുഷ്യജീവന് ഇത്ര വിലയുള്ളോ? കാണിച്ചോട്ടെ ക്ലിയർ. ചേട്ടാ പൊളിക്കരുത് ചേട്ടാ, കൈ കൊണ്ട് തൊടല്ലേ? കൈ കൊണ്ട് തൊടല്ലേ? ചേട്ടൻ എന്തുകൊണ്ട് കൈ കൊണ്ട് തൊടുന്നു? ഒന്നിതാ ഇതുണ്ടോ ഒഴുകിപ്പോയതാ, ഇതുണ്ടോ? ഇതാ നോക്കിയ മോനെ പിടിച്ചേ, ഇതുണ്ടോ? ഇതാ ചേട്ടാ, രണ്ടു വാക്ക് പറഞ്ഞു ചേട്ടാ. ഇത് ബ്ലഡ് തൊള്ളിയാണ് ചേട്ടാ. നാളെ ഇത് വേണമെങ്കിൽ പാറയിൽ കഴുകി കളയാം ചേട്ടൻ പറഞ്ഞു ചേട്ടാ. ഇവിടെ രണ്ടു വാക്ക് ശരിക്കും പിടിക്കാം, പറയാലോ. ബ്ലഡിന്റെ നമുക്കിപ്പം ക്ലാസ് മറ്റേ ലാബില് അയച്ചു കൊടുത്തിട്ട് ചോരയാണ് ഇതിലേ കൊണ്ടുവരണം. അതേട്ടാ, അതെ ചേട്ടാ, ഈ കൊഴുപ്പോട് കൂടിയില്ലേ നമ്മുടെ ഈ ശരീരം മുറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അത് ക്രോസ് ചെയ്യുന്ന ഒരു സംഭവം ഇല്ലേ, ആ സംഭവം അത് മനസ്സിലായോ? അവസാനം ഒരു കട്ട പോലെ സംഭവം വരും. നമ്മുടെ ശരീരം മുറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ കിടത്തിയോ? ഇവിടെ മുങ്ങിയിട്ട് ഈ വെള്ളത്തിന്റെ ആഴം എത്രമാത്രം എന്ന് അറിയാനായിട്ട്, ഈ വെള്ളത്തിൽ മുങ്ങാനായിട്ട് ഡ്രസ്സ് മാറിയ സമയത്താണ് പാറ നോക്കിയപ്പോൾ ഈ പാറക്കൂടെ മൊത്തം ബ്ലഡിന്റെ തുള്ളികൾ ഉണങ്ങിപ്പിടിച്ചിരിക്കുകയാണ്. ആ ചേച്ചി ഇന്നടത്തൊക്കെ ഉണ്ട് മോനെ, ആ ചേച്ചി ഇന്നടത്തൊക്കെ ഉണ്ട്, എല്ലാം പിടിച്ചോ. ആ ചേട്ടാ മാറി വെയിലായിരുന്നു ആ ഫോണേ, ഓവർ ഹീറ്റിംഗ് ആയിട്ട് നിന്ന് പോയതാട്ടോ. അത് വേറെ മുറുക്കി തുപ്പിക്കഴിഞ്ഞാൽ ഇതുപോലെ വരില്ലേ? ഇതിന്റെ പശ പോലത്തെ സാധനം ഉണ്ടല്ലോ ബ്ലഡിലുള്ള, മൊത്തമുണ്ട്. ഈ പാറയുടെ ഈ ഭാഗത്ത് മൊത്തമുണ്ട്. അവിടെ ഉണ്ടോ നോക്കി? അവിടെ ഇല്ല. ചേട്ടാ ഇത് തന്നെ അടി, ഇത് ഡ്രസ്സിന്റെ ആണോ? ഇതെന്തെങ്കിലും ഡ്രസ് തുണിയാണോ? അത് ഡ്രസ്സ് തുണിയാണ്. ഇവിടെ ഒരു ഡ്രസ്സാണല്ലോ ഇടുന്നത്, ഒരു ബനിയനല്ലേ ഇത്? ചേച്ചി കൈ കൊണ്ട് എടുക്കില്ലേ? കൈ കൊണ്ട് എടുക്കില്ലേ? വെള്ളത്തിലല്ല, അത് എടുക്കണ്ട. അത് ഒരു ഡ്രസ്സ് ഊരി ഇവിടെ കിടപ്പുണ്ട്, ഒരു ബനിയനാണെന്ന് തോന്നുന്നു. അങ്ങനെ എടുക്കരുത് ചേച്ചി. ഈ ബ്ലഡ് തൊള്ളിയാലും ആരും സ്പർശിക്കോ വർക്കൊന്നും ചെയ്യരുത് കേട്ടോ. ചേട്ടനോട് ചെറുണ്ടെന്ന് വേണ്ടി ചാടി. അത് ഇനി അങ്ങനെ ചെയ്യരുത്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ബ്ലഡ് എടുക്കണ്ട്.
ഈ ഭാഗത്തോടൊക്കെ ഉണ്ട്. അല്ല അത് വേറെ. അതും പാറയുടെ ചുമപ്പാണ്. അല്ല ഇത് ബ്ലഡ് ആണോ? പാറയുടെ അത്ര ഞമ്മക്ക് പറഞ്ഞില്ല. വരുവാ ഒരുപാട് ഒരു സെക്കൻഡ്. പാദം നനയാൻ പോലും വെള്ളമില്ല. ഇത് നോക്കിയേ, ഇതിലാണ് കുട്ടി ഒഴുകിപ്പോയെന്ന് പറയുന്നത്. ഇങ്ങോട്ട് നോക്കിയോ, ഇതാ കാലിൻ്റെ വീട്ടിലേക്ക് നോക്കി, ഇതിലാണ് കുട്ടി ഒഴുകിപ്പോയെന്ന് പറയുന്നത്. എൻ്റെ പാദം പോലും നനഞ്ഞിട്ടില്ല. ഇതാണ് ഇത്ര വെള്ളം, ഇതിക്കൂടെ വെള്ളം കൊച്ചു ഒഴുകിപ്പോയെ. ഇങ്ങോട്ട് നോക്കുക. മുങ്ങി നോക്കാൻ പറ്റും. അവിടെ മുങ്ങി നോക്കേണ്ട കാര്യമില്ല. എന്നെ അവിടെ മുങ്ങി നോക്കേണ്ട ആവശ്യമില്ല. തലയ്ക്കാൻ കഴിവുണ്ട്. പിന്നെ വെള്ളത്തിൽ മുങ്ങി നോക്കുന്നേ. ഇവിടെ ഒന്നര ഇവിടെ ഒന്നരാൾ വെള്ളമുണ്ട്. ഒന്നരാൾ വെള്ളം വെക്കണ്ടല്ലോ. ഇവിടെ കിടന്നു കഴിഞ്ഞാലുണ്ട് നട്ടിട്ട് അവിടെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ചെളിയില്ല, അടി ഇഷ്ടം പോലെ വരുന്നവരുണ്ട്. അപ്പോൾ വന്നവർ ചിലപ്പോൾ രണ്ട് പെണ്ണു ആണെന്നാണ് പറഞ്ഞത്. അവർ വന്നിട്ട് നമ്മൾ കണ്ടിട്ട് അവർ വിട്ട് പോയെങ്കിലും അത് പറയാൻ പറ്റുമോ? അല്ലാതെ ഇവിടെ വരാതിരിക്കുന്ന ഊരിയാണ് എപ്പോഴും ആളാണ്. ഈ സംഭവം നടന്നതിനാണ് ആൾ വരാതെ. പക്ഷേ മോളിൽ നിന്ന് ഇങ്ങോട്ട് പിടി പിടിച്ചോനെ. ഞാൻ വെള്ളത്തിന് അടി മുങ്ങി കിടക്കാം. കുറച്ച് മോളിൽ ആ ചേച്ചി നമുക്ക് പിടിക്കാമോ? അവിടുന്നാ നിൽക്കാം ഒരു സെക്കൻഡ്. ആ ആ ആ ആ ആ ഇവിടെ നിന്നാ മതിയോ? ആ ഞാൻ ഈ വെള്ളത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഞാൻ പോയി കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് നമ്മൾ ഈ ക്യാമറയ്ക്കൂടെ കാണാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളോട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നിൽക്കോ ഒരു സെക്കൻഡ്. ആ മുങ്ങിക്കോ. പോട്ടെ. ആ അതെ കിടക്കണ കാണാം. കാണാം. ആ നല്ല തിളക്കമുണ്ട്. കാണാൻ പറ്റില്ല ചേട്ടാ. അവിടുന്നാണെങ്കിൽ പാലത്തിന്റെ അവിടെ നോക്കിയാൽ അതിനേക്കാളും കൂടുതൽ ആൾ കിടക്കുന്ന വേണം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ പറയുന്നത് കരുതി കൂട്ടിയുള്ള ആക്രമണമാണ്. ഇത് സംബന്ധിച്ച് ശക്തമായ അന്വേഷണം നടത്തിയേ പറ്റുള്ളൂ. ഇനി കേരളത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. ഈ തെളിവൊന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. പോലീസ് അധികാരികളെ വേണ്ട രീതിയിലുള്ള അന്വേഷണം നടത്തുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. സുഹൃത്തുക്കളെ, 2024 ഡിസംബർ മാസം 24-ാം തീയതിയാണ് ഡോണൽ ഷാജിയുടെയും അതുപോലെ അൻസാറിജിയുടെയും ദുരൂഹതയെ നിറഞ്ഞ മരണം ഇവിടെ ഉണ്ടായത്. ഈ സംഭവം ആയിക്കോട്ടെ. ഈ സംഭവം കഴിഞ്ഞ പിന്നെ ഈ ഏരിയ ഇവിടെ ബ്ലോക്ക് ചെയ്യാനോ ഇവിടെ സന്ദർശകരെ കടത്തിവിടാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ മുട്ടം പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇവിടെ ഈ ഏരിയയിലേക്ക് ആൾക്കാരെ കടത്തിവിടാതെ ഇവിടെ ഈ വഴി ബ്ലോക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം
മുട്ടം പോലീസിനെ സംബന്ധിച്ചുള്ളതാണ്. നാളിതുവരെയായിട്ടുണ്ടായിട്ടില്ല. മുട്ടം പോലീസ് ഇത് വൻ വീഴ്ചയാണ്, ഇങ്ങനെയുള്ള അന്വേഷണത്തിൽ വൻ വീഴ്ചയാണ് ഇവിടെ നടത്തിയിരിക്കുന്ന കാര്യം ഞാൻ എണ്ണി അക്കമിട്ട് പറയുന്നു.